തകതകതാനോ തനിന്താനോ തനിന്നാനോ താനോ തനിന്നാനോ താനിന്നാനോ തകതകതാനോ തനിന്നാനോ താനിന്നാനോ താനോ തനിന്താനോ തനിന്നാനോ തകതകതാനോ തനിന്താനോ തനിന്നാനോ താനോ തനിന്താനോ തനിന്നാനോ തകതകതാനോ തനിന്താനോ തനിന്നാനോ എന്റെ അച്ഛ മുത്തച്ഛ കാരണം മറേ ഞങ്ങളിവിടെ കൊട്ടിപ്പാറയ്യ കേട്ടോ താനോ തനിന്നാനോ താനിന്നാനോ തകതകതാനോ തനിന്നാനോ താനിന്നാനോ എന്റെ അച്ഛ മുത്തച്ഛ കാരണം മറേ ഞങ്ങളിവിടെ കൊട്ടിപ്പാറയും കേട്ടോ പാട്ടേൽ തെറ്റുണ്ടെങ്കിൽ ചുവടേൽ കുറവുണ്ടെങ്കിൽ ഞങ്ങളോട് പൊറുക്കണമേ കാരണം മറേ ഞങ്ങളോട് പൊറുക്കണമേ കാരണം മറേ തകതാനോ തനിന്താനോ തനിന്നാനോ തകതകതാനോ തനിന്നാനോ താനിന്നാനോ താനോ തനിന്നാനോ താനിന്നാനോ തകതകതാനോ തനിന്നാനോ താനിന്നാനോ എട്ടുനാലും കളം വരച്ച് 12 കിണ്ണം വെച്ച് രാജാക്കന്മാരോല പാമ്പ് കളിക്കാൻ പോണേ രാജാക്കന്മാരോല പാമ്പ് കളിക്കാൻ പോണേ തകതാനോ തനിന്താനോ താനിന്നാനോ തകതകതാനോ തനിന്നാനോ താനിന്നാനോ താനോ തനിന്നാനോ താനിന്നാനോ തകതകതാനോ തനിന്നാനോ താനിന്നാനോ എട്ടുനാലും കളം വരച്ച് 12 കിണ്ണം വെച്ച് രാജാക്കന്മാരോല പാമ്പ് കളിക്കാൻ പോണേ രാജാക്കന്മാരോല പാമ്പ് കളിക്കാൻ പോണേ തകതാനോ തനിന്താനോ താനിന്നാനോ തകതകതാനോ തനിന്നാനോ താനിന്നാനോ താനോ തനിന്നാനോ താനിന്നാനോ തകതകതാനോ തനിന്നാനോ താനിന്നാനോ കല്ലിറമ്പി നിങ്ങളുടെ മേലെ പറക്കും പോലെ കല്ലിറമ്പി നിങ്ങളുടെ മേലെ പറക്കും പോലെ 60 കല്ല് പിടിച്ചൊരു പാര വളച്ചു മറച്ചു പിടിച്ച് തിരിച്ച് പരന്ന കല്ലടി കുത്തിയിരുത്തി ഉരുണ്ട കല്ലടി കുത്തി മലത്തിയിരുത്തിയ പോലെ അങ്ങനെ ഇരുത്തിയ പോലെ താനോ തനിന്നാനോ താനിന്നാനോ തകതകതാനോ തനിന്നാനോ താനിന്നാനോ അങ്ങനെ പാട് താനോ തനിന്നാനോ താനിന്നാനോ തകതകതാനോ തനിന്നാനോ താനിന്നാനോ കല്ലിറമ്പി നിങ്ങളുടെ മേലെ പറക്കും പോലെ കല്ലിറമ്പി നിങ്ങളുടെ മേലെ പറക്കും പോലെ 60 കല്ല് പിടിച്ചൊരു പാര വളച്ചു മറച്ചു പിടിച്ച് തിരിച്ച് പരന്ന കല്ലടി കുത്തിയിരുത്തി ഉരുണ്ട കല്ലടി കുത്തി മലത്തിയിരുത്തിയ പോലെ അങ്ങനെ ഇരുത്തിയ പോലെ താനോ തനിന്നാനോ താനിന്നാനോ തകതകതാനോ തനിന്നാനോ താനിന്നാനോ താനോ തനിന്നാനോ താനിന്നാനോ തകതകതാനോ തനിന്നാനോ താനിന്നാനോ കാട്ടിലിടി വെട്ടി മണ്ണിൽ മഴ പെയ്ത് ആ മഴയ്ക്ക് പൊട്ടി മുളച്ചൊരു പൊന്നിൻ താമര മൊട്ടാണ് തൂശി മൂല കത്തി പപ്പട പോലെ ഇടാവിരിഞ്ഞ് കൊമ്പ് 14 ചില്ല 16 ആ മരം നോക്കാൻ നമ്മുടെ മൂത്താശാര്യ മക്കളും ആ മരം കൊണ്ടല്ലേ മത്തിക്കപ്പല് പോലല്ലേ താനോ തനിന്താനോ താനിന്നാനോ തകതകതാനോ തനിന്നാനോ താനിന്നാനോ താനോ തനിന്നാനോ താനിന്നാനോ തകതകതാനോ തനിന്നാനോ താനിന്നാനോ കാട്ടിലിടി വെട്ടി മണ്ണിൽ മഴ പെയ്ത് ആ മഴയ്ക്ക് പൊട്ടി മുളച്ചൊരു പൊന്നിൻ താമര മൊട്ടാണ് തൂശി മൂല കത്തി പപ്പട പോലെ ഇടാവിരിഞ്ഞ് കൊമ്പ് 16 ചില്ല 14 ആ മരം നോക്കാൻ നമ്മുടെ മൂത്താശാര്യ മക്കളും ആ മരം കൊണ്ടല്ലേ മത്തിക്കപ്പല് പോലല്ലേ താനോ തനിന്നാനോ താനിന്നാനോ തകതകതാനോ തനിന്നാനോ താനിന്നാനോ അങ്ങനെ പാട് താനോ തനിന്നാനോ താനിന്നാനോ തകതകതാനോ തനിന്നാനോ താനിന്നാനോ താനോ തനിന്താനോ തനിന്നാനോ തകതകതാനോ തനിന്താനോ തനിന്നാനോ 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 താനോ തനിന്താനോ തനിന്നാനോ തകതകതാനോ തനിന്താനോ തനിന്നാനോ. താങ്ക് യു. നിവേദേ എന്തോ എന്തൊരു എനർജി പെർഫോമൻസ് ആയിരുന്നടാ. താങ്ക് യു. അടിപൊളി കോറസ് കലക്കി. താങ്ക് യു, സൂപ്പർ ആയിരുന്നു. ഇനി പാട്ട് എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കാം. ചോദിക്കാം. ഓക്കെ, ശ്രേണി സാർ. ഭയങ്കരമായിട്ട് പാടിയടാ നീ, താങ്ക് യു സർ. ഉഗ്രനായിട്ട് പാടി.
താങ്ക് യു സർ. ഇതില് ഒരു ജഡ്ജിനും ലിറിക് മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പാട്ടാണ്. ഇങ്ങനെ ഇത് ഓർത്ത് പാടി ഇത്രയും കുറച്ചൊക്കെ സ്വന്തമായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ സ്വന്തം ലിറിക്സാ? സ്വന്തം ലിറിക്സ് അല്ല, ലിറിക്സ് അതുപോലെ തന്നെ. അത് ശരി, അടിച്ച് പൊളിച്ചു കേട്ടാ. Thank you, sir. അടിപൊളിയായിരുന്നു. താങ്ക് യു സർ. കോറസ് കലക്കി. ഓവറോൾ ഇറ്റ് വാസ് എ വെരി എനർജറ്റിക് പെർഫോമൻസ്. താങ്ക് യു സർ. ഇത് സ്റ്റേജിൽ വലിയ വലിയ സ്റ്റേജുകളിലൊക്കെ പാടിയാൽ ജനം ഇങ്ങനെ ഇളകി മറിയും. ഉഗ്രൻ ഉഗ്രൻ. താങ്ക് യു സർ. നിവേദിന് എല്ലാ ടൈപ്പ് ഓഫ് സോങ്സും പാടാൻ പറ്റുന്നുണ്ട്. ഗ്രേറ്റ് 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 ഗോയിങ്. Thank you, sir. ഫാന്റാസ്റ്റിക്. താങ്ക് യു. ഓക്കെ, താങ്ക് യു ശ്രീനി സർ. ശരത് സർ. മക്കളെ എന്തോ? ഉഗ്രായിട്ട് പാടിയടാ. താങ്ക് യു സർ. നീ തകർത്തു. താങ്ക് യു സർ. കാര്യം മോന് വലിയ ആഗ്രഹമില്ലായിരുന്നു ഞങ്ങളെ ഒന്ന് അടുത്ത് വന്ന് കാണണം എന്നുള്ളത്. അതങ്ങ് ആ മൊനമ്പിൽ വന്ന് നിന്ന് അവനങ്ങ് കൊതിയോടെ ഞങ്ങളെ നോക്കി ചക്കപ്പഴത്തിലേക്ക് ഈച്ച നോക്കുന്ന പോലെ നോക്കി അങ്ങ് നിന്ന്. വേറൊരു കാര്യം കേട്ടോ, നമ്മൾ നോക്കി പാടുന്നത് എന്റെ അച്ഛ മുത്തച്ഛ കാരണന്മാരെ എന്നൊക്കെയാ. എന്റെ അച്ഛ മുത്തച്ഛ കാരണന്മാരെ ഞങ്ങളിവിടെ കൊട്ടിപ്പാറയും കേട്ടോ. പാട്ടേൽ തെറ്റുണ്ടെങ്കിൽ ചുവടേൽ കുറവുണ്ടെങ്കിൽ ഞങ്ങളോട് പൊറുക്കണമേ കാരണന്മാരെ, ഞങ്ങളോട് പൊറുക്കണമേ കാരണന്മാരെ. തകതാരോ തനിന്താരോ താനിന്നാരോ. അങ്ങനാണോ? ശ്രദ്ധിച്ചു. പാട്ടിൽ തെറ്റുണ്ടെങ്കിൽ ചുവടയിൽ കുറവുണ്ടെങ്കിൽ. അതുണ്ടോ? പക്ഷെ അതിന്റെ നേരെ മേലും ഉണ്ടല്ലോ എന്റെ അച്ഛ മുത്തച്ഛ എന്നൊക്കെ പറഞ്ഞു നമ്മൾ കാരണവന്മാരെ അങ്ങനൊക്കെ നോക്കി അല്ല ബ്രോ എന്നൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല. ഓ ആണ് നമ്മുടെ ഇത്. പ്ലീസ് ബ്രോ. നിനക്ക് ഒരു മാർക്കും ഇല്ല. നിനക്ക് അഹങ്കാരിയാണ്. അയ്യോ. നിനക്ക് അഹങ്കാരം കൂടി. മക്കളെ ചക്കരെ നന്നായിരുന്നടാ. താങ്ക് യു സർ. അത് നീ അതിന്റെ എന്താ പറയണ്ട, അതിന്റെ ഒരു ഫുൾ ഫീൽ ഉൾക്കൊണ്ട് പാടിയിട്ടുണ്ട്, തകർത്തിട്ടുണ്ട്. അവിടെ അത് കുഴപ്പമില്ല. പക്ഷെ മൊത്തത്തിൽ ഈ സ്റ്റേജിലൊക്കെ വന്ന് അവരെയൊക്കെ നോക്കി, ആ പാച്ചുവിനെയൊക്കെ നോക്കി എന്താണ്ടൊക്കെ ദേഷ്യം നീ തീർക്കുന്ന കണ്ട് ഞാൻ. എന്ത് ചെയ്തു പാച്ചു? നിനക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്തോ? ദ്രോഹമൊന്നും ചെയ്തില്ല. പിന്നെ ഞാനൊരു സ്റ്റൈല്. ആ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. അല്ല അത് നേരെ പിന്നെ ഇനിയെങ്കിലും കറക്റ്റായിട്ട് വായിക്കടാ എന്നാണോ അപ്പൊ എന്റെ ഇങ്ങനെ ആക്കിയതിന്റെ അർത്ഥം? അല്ല, അത് താളം കൊടുത്തതാ. അല്ല താളെ പാച്ചുവിന്റെ അടുത്ത് വന്ന് അങ്ങനെ ചെയ്യരുത്. പാച്ചു ഒരു നല്ല റിതം പ്ലെയർ ആണ്, വെരി ടാലന്റഡ്. അങ്ങനെ ഒരാളുടെ അടുത്ത് വന്ന് ഒരു ഇൻസൾട്ടിങ് ആയിട്ട് നീ അങ്ങനെ ചെയ്യരുത്. അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. മോശമായി പോയി. എടാ മക്കളെ, നിങ്ങൾ എന്ത് ചെയ്താലും അവരൊക്കെ എൻജോയ് ചെയ്യും. അവർ നല്ല ചക്കരകളാണ് കേട്ടോ. അവരെല്ലാം ഓരോ ഡൈനാമൈറ്റാണ്, ഓരോ ലെവലിലും ഓരോ കാര്യങ്ങളിലും. അത് നമ്മൾ എടുത്ത് പറയുന്നില്ല. പക്ഷേ എങ്കിലും വെരി ടാലൻറ്റഡ് ഓർക്കസ്ട്രയാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ നിങ്ങൾ അവരങ്ങ് സപ്പോർട്ട് ചെയ്ത് തരും. നിങ്ങളുടെ അത്ര അങ്ങ് കൈവിട്ട് പോയാൽ മാത്രം ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുക, അല്ലാതെ അവർ പിടിച്ചോളും കേട്ടോ. അപ്പോൾ ആ സ്നേഹം എപ്പോഴും അവരോട് ഉണ്ടാവണം. അത്രേ ഉള്ളൂ മക്കളെ. എന്തൊക്കെയായാലും നന്നായിരുന്നടാ. ഓൾ ദി ബെസ്റ്റ് മാഡം. താങ്ക് യു സർ. ഷാനിക. നിവേദ അടിച്ച് പൊളിച്ചടാ. താങ്ക് യു സർ. ഒരു മറ്റൊരു നിവേദ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സാധാരണ വരുന്ന ഒരു ആളല്ല ഇന്ന് നിവേദ് ശരിക്കും ഒരു ഓളം. ഇന്ന് നീ ശരിക്കും ആ സ്റ്റേജ് മുഴുവൻ യൂസ് ചെയ്ത് നല്ലൊരു ഓളപ്പാട്ടും കൊണ്ടുവന്ന് ഗംഭീരായിരുന്നടാ. അടിപൊളിയായിരുന്നു. പിന്നെ കോറസ് എന്റെ പൊന്നു മക്കളെ നന്ദി കേട്ടോ, നന്ദി. നിങ്ങള് അടിപൊളിയായിരുന്നു. ശ്രീഹരി നീ അതിന്റെ ഇടയ്ക്ക് എല്ലാം നല്ലതായിരുന്നു. പിന്നെ ഞാൻ കണ്ടായിരുന്നു നേരത്തെ റിഹേഴ്സലിന്റെ സമയത്ത് ഇവിടെ വന്ന് പാച്ചിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ആക്കും എന്തെങ്കിലും സൗണ്ട് ഇട്ടോളാം, ഇങ്ങനെ ആക്കും എന്തെങ്കിലും സൗണ്ട് ഇട്ടോളൂ. പാച്ചു ആണെങ്കിൽ അവിടെ ഒരു ശബ്ദം വരുന്നതും ഇവിടെയുള്ള എല്ലാവരും പുറകിലുള്ള ഡാൻസേഴ്സ് ഒക്കെ നിർത്തടാ. പക്ഷെ അടിപൊളിയായിരുന്നു. അവസാന റിതം മുറുകിയതും ടെമ്പോ വേരിയേഷൻ എല്ലാം കൂടെ നമ്മളെല്ലാവരും ആ പാട്ടിന്റെ അകത്തായിരുന്നു. വി ഓൾ എൻജോയ് കേട്ടോ. പിന്നെ പകുതി കോറസാണ്, ഏറ്റവും കൂടുതൽ താനാനെയാന്ന് തോന്നുന്നല്ലേ ഉള്ളത് ഇതിനകത്ത്. വേറെ ഒന്നും അങ്ങനെ പറയാനൊന്നും ഇല്ലടാ, എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ഷാനിക. ശരത് സർ, ശ്രീനി സർ, നിങ്ങൾ ഏതെങ്കിലും നാടൻ പാട്ടുകൾ കമ്പോസ് ചെയ്യുക അല്ലെങ്കിൽ പാട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നാടൻ പാട്ടുകള് എനിക്ക് അറിയില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഫോക്ക് എന്ന് പറഞ്ഞാൽ എല്ലാം ഫോക്കല്ലേ ഇപ്പൊ. അങ്ങനെ പാടിയിട്ടുണ്ട്. 6-8 ഒക്കെ പാടിയിട്ടുണ്ട് കുറെ. ഷിനു ഒരു ജീ തരോ. ഓഫ് കോഴ്സ് നാടൻ പാട്ടല്ല, ഇറ്റ്സ് വെരി മോഡേൺ.
It's modern, man. It's... പാട്. ഒരു പാട് കുയിലേ പൂക്കളമിട്ടു പുലരി കുമ്മിയടിക്ക് വെയിലേ കുരവയിടു കുരുവി ഒരു പാട് കുയിലേ പൂക്കളമിട്ടു പുലരി കുമ്മിയടിക്ക് മയിലേ കുരവയിടു കുരുവി പൂവിനാടും അമ്മേ പുലിവേഷമിട്ടു വെയിലേ ചില്ലാട്ടമാടു കാറ്റേ തുള്ളിക്കളിക്കു തുമ്പി ഒരു പാട് കുയിലേ. ഇങ്ങനൊരു പാട്ട് നൈസ് Actually, സൂപ്പർ സൂപ്പർ കൊള്ളാണ്ടോ അത്? ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കമ്പോസ് ചെയ്ത പാട്ടാ. നൈസ് വെരി നൈസ്. ശ്രീനി സാർ അടിപൊളി. ഓക്കെ അപ്പൊ ഇനി മാർക്ക് ചോദിക്കാം. ഓക്കെ ശരത് സാർ യെസ് സാർ. മാർക്ക് 8.5 മാർക്ക് മോനെ. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ഷാനിക 8.5. താങ്ക് യു സാർ. ശ്രീനി സാർ അത് ഞാൻ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. ഇട്ടു. ഓക്കെ സോ ടോട്ടൽ 17 മാർക്സ്. അടിപൊളി. താങ്ക് യു. ഓക്കേടാ. Ni pa maga